ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെൽവോക്സ്. മെൽവോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സിസ്കോ എന്ന കമ്പനിയുടെ DB ക്ലാസിക് എന്ന് പറയുന്ന ഒരു 12 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതും ഇപ്പോൾ മാനുഫാക്ചറിങ് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു എയർ ഗണ്ണാണ്. ഇതൊരു ബ്രേക്ക് ബാരൽ ഗണ്ണാണ്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നമുക്ക് ഇതിന്റെ ഡീറ്റെയിലേക്ക് പോവാം. ഓക്കെ, ഈ ഗണ്ണ് ഇപ്പോൾ ഒരു 8 വർഷത്തിൽ കൂടുതലായിട്ട് മാനുഫാക്ചറിങ് ഇല്ല. 0.22 കാലിബർ പെല്ലറ്റ് വരുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഈ 0.22 കാലിബർ പെല്ലറ്റ് ഉള്ള ഗൺസ് ഫുള്ളി എയർ ഗൺസ് ഫുള്ളി ആയിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാനുഫാക്ചറിങ് ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇത് വാങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വളരെ റയറായിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് നമുക്കിപ്പോഴത്തെ 0.77 കിട്ടുന്നത് പോലെ നമുക്കിപ്പോൾ ഒരിക്കലും ഈ ഗണ്ണ് വാങ്ങാൻ കിട്ടത്തില്ല. കാരണം ഇത് മാനുഫാക്ചറിങ് ഇല്ല. ഇതിന്റെ പെല്ലറ്റ്സ് വാങ്ങാൻ കൂടി ഇച്ചിരി പാടാണ്. ഓൺലൈനിലാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. ഇവിടെ ഷോപ്സിലൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. നിർത്തിയത് കൊണ്ട് തന്നെ ഇതിന്റെ പെല്ലറ്റ്സ് പോലും ഇപ്പോൾ ഷോപ്പിൽ വരുന്നില്ല. സോ അതുകൊണ്ടാണ് ഈ ഗണ്ണിന്റെ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം നിർത്തിയ ഒരു സാധനം നമ്മളിപ്പോൾ ഇത്രയും 12 വർഷം പഴക്കമുള്ള ഒരു ഗണ്ണ് നമുക്ക് കിട്ടിയിട്ട് അതിന്റെ വീഡിയോ ചെയ്തില്ല എങ്കിൽ മോശമല്ലേ. ഞാൻ ഒരുപാട് തിരക്കിയിട്ടാണ് ഈ ഗണ്ണിന് കിട്ടിയത്. സോ നമുക്കിപ്പോൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിലേക്ക് പോവാം. ഇത് ഒരുപാട് വർഷം ഉപയോഗിക്കാതെ ഇരുന്ന ഒരു ഗണ്ണാണ്. ഞാൻ കൊണ്ടുവന്നിട്ടാണ് ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തത്. സോ ഇതിന്റെ ആക്യുറസി എങ്ങനെയാണെന്ന് ഞാൻ നോക്കില്ല. ഞാൻ ഇതിലേക്ക് ഫയർ ചെയ്ത് നോക്കിയില്ല. ക്ലീൻ ചെയ്തു, വീഡിയോ തുടങ്ങി. സോ ഇനി വേണം ഇതൊന്ന് ഫയർ ചെയ്ത് നോക്കാനായിട്ട്. ഇതാണ് ഗണ്ണ്. ഇവിടെ ചെറിയൊരു സ്കോപ്പ് പോലെയൊക്കെ ഉണ്ട്. നമുക്ക് ഇത് കണ്ടില്ലേ, ഒന്ന് എയിം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്, അത് ഫോൾഡർ മടക്കി വയ്ക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ടിൽ ഇതെവിടെ ഉണ്ട്, കാണുന്നില്ലേ. അപ്പോൾ ഈ 3 സ്ഥലത്തായിട്ട് നമുക്ക് പോയിന്റ് ചെയ്യേണ്ടത്. സോ അപ്പോൾ എയിമിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. നമ്മളിപ്പോൾ വരുന്ന അതേ മോഡൽ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു സിംഗിൾ ബാരലാണിത്. പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഒരു 2 കിലോയ്ക്ക് മുകളിൽ എന്തായാലും ഇത് വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. കുറച്ച് നേരം നമ്മളിങ്ങനെ വെച്ചിരിക്കുമ്പോൾ തന്നെ കൈയൊക്കെ നല്ല പെയിൻ ആയിരിക്കും. ഇപ്പോൾ വരുന്ന എയർ ഗണ്ണിനേക്കാളും കുറച്ചുകൂടെ വെയിറ്റ് ഇതിനുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടെ പവറും ഉണ്ട്. ഇതിന് ആക്യുറസി കുറച്ച് കൂടുതലാണ്. എല്ലാ എയർ ഗൺസ് പോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഇത് പൊതുസ്ഥലങ്ങളിൽ എടുക്കാൻ പാടില്ല, ആരും ദേഹത്ത് ചൂണ്ടാൻ പാടില്ല, പക്ഷികളുടെ മൃഗങ്ങളെ ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഇല്ലീഗലാണ്. നമുക്ക് എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നത് നോക്കാം. ഇത് ലോഡ് ചെയ്യാനൊക്കെ സിമ്പിളാണ്. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള എയർ ഗണ്ണിൻ്റെ അതേപോലെ തന്നെ ആ മെക്കാനിസം തന്നെയാണ്. ബ്രേക്ക് ബാരലാണ്. ഇത് നമ്മുടെ ഈ ഭാഗത്തായിട്ട്, നമ്മൾ ഈ തൈസിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വെക്കുക. ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് തട്ടുക. അപ്പോൾ ഇത്രയും ആയി. അപ്പോൾ ഇനിയാണ് ഇത് ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ലോഡല്ല. നമ്മൾ എന്നിട്ട് ഫ്രണ്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ലോഡാണ്. നമുക്കിനി ഇതിലോട്ട് പെല്ലറ്റ്സ് ഇട്ടിട്ട് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ലോഡായി. ഇതാണ് ഇതിൻ്റെ പെല്ലറ്റ്. ഒരു 0.22 കാലിബർ ആണ്. 5.5 mm ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. സോ നമുക്ക് പെല്ലറ്റ് ഇതിനകത്തിടാം. നമ്മൾ എല്ലാ എയർ ഗണ്ണ് പോലെ തന്നെയാണ്. ഇത് ഈ ഭാഗത്തായിട്ടാണ് എൻ്റെ പെല്ലറ്റ് ഇടേണ്ടത്. സോ പെല്ലറ്റ് ഇട്ടിട്ടുണ്ട്, ഇതിനകത്ത് ഫിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി തിരിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ലോഡായി, റെഡി ടു ഫയർ ആണ്. എല്ലാ എയർ ഗൺസ് പോലെ തന്നെയാണ്. നമ്മളിതിപ്പോൾ ലോഡ് ചെയ്ത് വെച്ചിട്ട് ഒരിക്കലും ട്രിഗറിൽ വിരൽ വെക്കരുത്. അത് മിസ്ഫയർ ആവാൻ ചാൻസ് കൂടുതലാണ്. സോ നമ്മുടെ എയിമിങ് ഓക്കെയാണ്. എയിമിങ് കറക്റ്റായിട്ട് നമ്മൾ പൊസിഷൻ കറക്റ്റ് ആയതിനു ശേഷം മാത്രം ട്രിഗറിൽ വിരൽ വെക്കുക, ഫയർ ചെയ്യുക. ഓക്കെ, സോ നമുക്കിതിനൊന്ന് ഫയർ ചെയ്ത് നോക്കാം. പിന്നെ ഒരിക്കലും എയർ ഗൺസ് വെച്ചിട്ട് നമ്മുടെ മൃഗങ്ങളെ, പക്ഷികളെ ഒന്നും വെടിവെക്കാൻ പാടില്ല. നമ്മുടെ ആരുടെയും ദേഹത്ത് ചൂണ്ടാൻ പാടില്ല. എല്ലാം ഇല്ലീഗലാണ്, കേസാവുന്നതാണ്, ക്രിമിനൽ കുറ്റമാണ്. സോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഫയർ ചെയ്ത് നോക്കാം. ഗൈസ്, ആ കാണുന്ന ഒരു റൗണ്ട് ബോർഡില്ലേ, അതിലാണ് ഞാൻ ഫയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ എയിം. ആ ബോർഡിലോട്ടാണ് ഞാൻ എയിം ചെയ്യുന്നത്. ഓ, നല്ല പവറുണ്ട് ഗൈസ്. ഇപ്പോഴത്തെ ഗണ്ണിനേക്കാളും പവർ കൂടുതലാണിത്. സോ അത് ഫയർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണാം, സൗണ്ടും അതിൽ കൊള്ളുന്ന ആ ഒരു ഇതും കണ്ടിട്ട്. സോ നല്ല പവറുണ്ട് ഗൈസ്. കൊണ്ട ഒബ്ജക്റ്റ് നമുക്ക് നോക്കി നോക്കാം. ഇവിടെയാണ് ആ പെല്ലറ്റ് കൊണ്ടിരിക്കുന്നത്. അത് തുളച്ച് കയറി പോയിട്ടില്ല, തുളച്ച് കയറി പോകത്തില്ല. ഈ ബോർഡ് ഇച്ചിരി നല്ല ഹാർഡാണ്. പക്ഷെ അത് അത്യാവശ്യം നല്ല ഒരു പ്രഹരം ഏറ്റിട്ടുണ്ട്. നല്ല പവർ തന്നെയാണ് അതിന്. സോ ഇതാണ് DB ക്ലാസിക് എന്ന് പറയുന്ന മോഡലിൻ്റെ വിശേഷം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ മോഡല് ഇത് കണ്ടില്ലേ, ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യാനുള്ള ഒരു പൊസിഷൻ അവർ പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട്. ഈ സൈഡിൽ അതില്ല. റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നവർക്കാണ് കൂടുതൽ യൂസ് ഇത്. കറക്റ്റ് ആ ഒരു പൊസിഷൻ ഇവർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ഈ ഒരു ഷോൾഡറിൽ വയ്ക്കുന്നതിനായിട്ട്. സോ അപ്പോൾ ഇതൊക്കെയാണ് ഈ എയർ ഗണ്ണിൻ്റെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്ത് തന്നെ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.